മിനിറ്റ് ലേറ്റ് ആണ്. സോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാം. ഓക്കെ, ഡെയിലി റെസിസ്റ്റൻസിലേക്കാണ്. WFC ബുള്ളിഷാണ്. സെൽ സെറ്റപ്പ് ട്രിഗർ ആയില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റ് വന്നില്ല. സോ വിട്ടേക്കോ. വോമാറ്റ് അയ്യോ, 5 മിനിറ്റ് ട്രിഗർ ആയിട്ടുണ്ട്. പ്രൈസ് നമുക്ക് കിട്ടിയില്ല, മിസ്സായി. നമ്മൾ ട്രേഡെല്ലാം മിസ്സാവുകയാണ്. ചില ദിവസം അങ്ങനെയാണ്. ലോ 50. ഓക്കെ, ആ പ്രൈസ് നമുക്ക് മിസ്സായി. $57 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു 10 സെൻറ്റ് റിസ്കിൽ എൻട്രി എടുക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിന് വെളിയിൽ പോയി. സോ റിസ്ക് ഞാൻ കുറച്ച് വെക്കുകയാണ്. എൻട്രി ആയി. നമ്മുടെ പ്രൈസ് 63-ലാണ്. അത് ഒരുപാട് റിസ്ക് നമുക്ക് കൂടുതലാണ്. സോ 2 മിനിറ്റ് 1 ലോ ഞാൻ ട്രയൽ ചെയ്യുവാണ്. 63 ആക്ച്വലി 54-63-ലാണ് നമുക്ക് ട്രിഗർ ആയിരിക്കുന്നത്. അതായത് ആ പ്രൈസാണ് കിട്ടിയത്. എൻട്രി ഇട്ടിട്ടുണ്ട്. 73 നമ്മൾ 1-1 ആണ്, ബ്രേക്ക് ഈവനിൽ പോവും. 60. ഓക്കെ, ഐ എം ഔട്ട്. ചെറിയ ലോസ് എടുത്തു. 20. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിലുള്ള ബുദ്ധിമുട്ട്. നമുക്ക് റീട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വീണ്ടും ട്രൈ ചെയ്യുവാണ് ഒരു വട്ടം കൂടെ. ഇപ്പോൾ നമുക്ക് 61-ലാണ് കിട്ടിയിരിക്കുന്നത്. സോ 51 നമ്മൾ സെക്കൻഡ് ട്രൈ ആണ്. 66, 66. ഇത് സ്റ്റോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ടാണ് മാർക്കറ്റിൽ. ഇത് ഞാൻ ഓക്കെ, ഐ എം ഔട്ട്. 2 മിനിറ്റിൻ്റെ 8 MA സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവിടുന്ന് റിജക്ഷൻ വന്ന് കണ്ട. സോ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. 2 മിനിറ്റ് 8 MA ചെറിയ റിജക്ഷൻ വരാം. സോ 61. സപ്പോർട്ട് കൂടിയാണ് അവിടെ. അത് ഇവിടെ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. സോ അത് ബ്രേക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന റീടെസ്റ്റ് ആണത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വീണ്ടും ക്ലോസ് ചെയ്യാഞ്ഞത് ട്രേഡ്. കാരണം അവിടെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. സോ അതുപോലെ തന്നെ അവർ റിജക്റ്റ് ചെയ്തു. ഇനിയും തിരിച്ചു വരുവാണെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യും.
ഓക്കെ. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിലായിരിക്കും എൻ്റെ ടൈം സ്റ്റോപ്പിൽ ഞാൻ ഔട്ടാകുന്നത്. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അതുവരെ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഐ എം ഔട്ട്. ഞാൻ ട്രേഡിൽ നിന്ന് ഔട്ടായി. സോ മാക്സിമം ടൈം ഞാൻ കൊടുത്തു. 2 ട്രേഡ് നമ്മളെടുത്തു, രണ്ടും നമുക്ക് കിട്ടിയില്ല. നമ്മൾ റിസ്ക് മാനേജ് ചെയ്തു. സോ ഔട്ട്. നമുക്ക് ഒരു ട്രേഡേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഞാൻ എഴുതി ഇടുവാണ് കേട്ടോ, അതാണ് ഡേറ്റ് ആണ്. സോ ഒന്ന് റീട്രൈ ചെയ്തു, അതും വർക്കായില്ല. സോ ടോട്ടൽ ലോസ് നമുക്ക് $40. അത് 2 വട്ടം നമ്മൾ ട്രൈ ചെയ്തു, അത് പോയില്ല. ഓക്കെ ഔട്ട്. നമ്മൾ സ്റ്റോപ്പ് എടുത്താണ്. ഇപ്പം നമ്മൾ നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഫുൾ ലോസ് എടുക്കേണ്ടി വന്നത്. സോ 2 ട്രേഡ് നമ്മൾ ലോസായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോസ് നമുക്ക് ഉണ്ടായുള്ളൂ. ബൈ ട്രിഗർ ആയിട്ടുണ്ട് 41. 10% റിസ്കിന് ട്രൈ ചെയ്യാൻ പോവാണ്. ട്രിഗർ ആയിട്ടുണ്ട്. ട്രിഗർ ആയത് 41:10 41. സ്റ്റോപ്പായിരിക്കും. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാൻഡിൽ ലോ 41:10. സോ ഞാൻ ആ 41 അത് 41 ആ 5 മിനിറ്റ് ക്യാൻഡിൽ ലോ ട്രയൽ ചെയ്യുവാണ്. 10:08. ഓക്കെ. സോ ആ ക്യാൻഡിൽ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വി ആർ ഔട്ട്. ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. 10 20 പോയാൽ നമുക്ക് 1-1 ആയിരിക്കും. 10 ഹൈ 21 ആണ് അതിൻ്റെ. ഇപ്പോൾ 1-1 ഉള്ളൂ നമുക്ക് റെസിസ്റ്റൻസിലോട്ട്, അതായത് ആ ടോപ്പിംഗ് ടെയിൽ ബാറിൻ്റെ അവിടേക്ക് നമുക്കൊരു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇവനും ഇട്ടത്. 15. ഓക്കെ. 16 17. ഓക്കെ. 20. സോ നമ്മൾ ബ്രേക്ക് ഇവനിൽ പോവാണ്. 10 22. നമ്മുടെ 1-1 മുകളിൽ പോയി.
ലോട്ട് ഞാൻ ഇത് ചെയ്തു. 3 ലോട്ട് പ്രോഫിറ്റ് നമ്മൾ എടുത്തു. ബാക്കി നമ്മൾ ബ്രേക്ക് ഈവനിൽ ഇരിക്കുവാണ്. 2 മിനിറ്റ്. ബാക്കി 2 ലോട്ട് ട്രയൽ ചെയ്യുവാണ്. റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നൊരു 2 മിനിറ്റ്. ഞാൻ ആ 2 മിനിറ്റ് ബാറിൻ്റെ ലോ തന്നെ ട്രയൽ ചെയ്യും. കാരണം അവിടെ നിന്ന് റിജക്ഷൻ വരുവാണെങ്കിൽ ഞാൻ ഔട്ട്. അതിരിക്കുന്നത് ആ റെസിസ്റ്റൻസിലാണ്. അതുകൊണ്ടാണ് ടൈറ്റ് ട്രയലിംഗ് ആണ്. എന്നാലും ഓക്കെ. ഇരുപതിലാണ് ട്രയൽ ചെയ്തേക്കുന്നത്. 1 to 1 നമ്മൾ ട്രയൽ ചെയ്തേക്കുന്നത്. 1 to 1 മേളിൽ പോയി പ്രൈസ്. റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തു. ബാക്കി ട്രയൽ ചെയ്യുന്നു. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ എങ്ങനെയാണെന്നോ അതനുസരിച്ചിരിക്കും. ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു ചാൻസ് ഉണ്ട്. ഓക്കെ. സമയം 10:10. നമ്മുടെ ലാസ്റ്റ് ട്രേഡാണിത്. ഫോളോ ത്രൂ ഉണ്ടോ? ആ 5 മിനിറ്റ് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ട്രയൽ ഔട്ടായിരിക്കും എന്ന് തോന്നുന്നു. 23 പ്രൈസ് ഓക്കെ പോകുന്നുണ്ട്. 25, 26, 27 ഓക്കെ. Okay, 29. 30 നമ്മൾ 2 to 1 ഇപ്പോഴാണ് ശരിക്കും 2 to 1 ആയത്. ഓക്കെ. ഓക്കെ, ഞാൻ ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റ് ആവുന്ന റിജക്ഷനാണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുവാണ്. അവിടുന്ന് റിജക്ഷൻ നടക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ്. സോ മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഔട്ടായി. ഓക്കെ, നമുക്ക് ഇന്ന് 2 ട്രേഡ് നമ്മൾ ലോസ് ആയിരുന്നു. ഒരു ട്രേഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 to 1 മുകളിൽ കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഞാനൊരു 1 to 1 ആയപ്പോൾ തന്നെ പ്രോഫിറ്റ് പെട്ടെന്ന് എടുത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. സമയം 10:12. ഇന്ന് നമ്മുടെ എത്രയാണ് 13-ാമത്തെ ദിവസമായില്ലേ? സോറി 12-ാമത്തെ ദിവസം. ഇന്നലെ നമ്മുടെ 11-ാമത്തെ ദിവസമായിരുന്നു. ഇന്ന് നമ്മുടെ 12-ാമത്തെ ദിവസം. 17/9/2024 US ടൈം 10:13. നമ്മുടെ സമയം 7:43. സോ ഇന്നത്തെ ട്രേഡ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. WFC 2 എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നേ കാണിക്കുന്നുള്ളൂ. $20 വെച്ച് നമുക്ക് 2 റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് അത്രയേ പോയുള്ളൂ. ഓക്കെ, 3-ാമത്തെ LBS നമുക്ക് കുഴപ്പമില്ലാതൊരു പ്രോഫിറ്റ് കിട്ടി. സോ ഡേ ക്ലോസിങ് ടുഡേ. സീ യു ടുമോറോ. താങ്ക്സ് ഫോർ വാച്ചിങ്.